ഇന്ന് ഏട്ടന് പുലർച്ചെയായിരുന്നു ഡ്യൂട്ടി, ഷിഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടൻ 4:30 ആകുമ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പോയാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേഗം എണീറ്റ് എനിക്ക് കുറച്ച് പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഒരു 6:45 ആയപ്പം അകമൊക്കെ അടിച്ച് വാരി തുടച്ച് അലക്കുകയൊക്കെ ചെയ്യുക. അവൾ എണീക്കുമ്പോഴത്തേക്ക് അതൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് ഡോറ് തുറക്കുന്നതാണ് കേട്ടോ. അപ്പം തണുപ്പ് കുറവാണ്, എന്നാലും ഉണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയും തണുപ്പ്. ഡോറ് തുറന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അകത്ത് വേസ്റ്റ് കിടപ്പുണ്ട്. ഇന്നലത്തെ പച്ചക്കറീൻ്റെയും അതേപോലെ തന്നെ കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു ബാക്കി. ഒരു 2-3 സ്പൂണ് ചോറൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ പൊരിയൊക്കെ അവൾ ഇങ്ങനെ അകത്ത് ഇങ്ങനെ പൊരിയൊക്കെ തൊഴിച്ചിട്ടിട്ട് അതൊക്കെ ഞാൻ കൂട്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാസ്ക്കറ്റ് പുറത്തതിനെ കൊണ്ട് ഇത് ഞാനിങ്ങനെ കെട്ടി വെച്ചതാണ്. അപ്പം ഞാൻ വേഗം അത് അതിലേക്ക് ഇട്ട് എപ്പോഴാണ് അവർ വന്നിട്ട് അത് എടുത്ത് കൊണ്ടുപോകുക അറിയില്ല. അപ്പോൾ ഞാനത് അതിലേക്ക് കൊണ്ടുവച്ചിട്ടിട്ട് നേരെ ടെറസിലേക്ക് പോയി. ടെറസിലേക്ക് പോയപ്പോൾ തന്നെ അവിടെ ഉണ്ടൊരു മൺകല പൊട്ടിച്ചെടുക്കുന്നത്. എനിക്കിവിടെ മൺകലം കാണുമ്പോൾ തന്നെ പേടിയും. കാരണം ഇവിടെ അധികവും മൺകലത്തിൽ കൂടോത്രവും അതും ഇതൊക്കെ ചെയ്തിട്ട് റോട്ടുമ്മലൊക്കെ ഇങ്ങനെ കാണാം. ഇപ്പം ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഞാനതിൻ്റെ അടുത്തേക്ക് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. തണുപ്പുണ്ട്, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയും തണുപ്പ്. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, ചെറിയൊരു തണുപ്പ്. അങ്ങനെ രാവിലെ 2 കുട്ടികൾ ട്യൂഷനോ സ്കൂളോ എവിടെയോ വന്ന്, ഞായറാഴ്ചയല്ലേ സ്കൂളിലെ ട്യൂഷൻ എത്താൻ പോകാൻ തോന്നുന്നു. പിന്നെ അവിടെ കുറച്ച് സമയം നിന്ന് ഞാൻ വേഗം അകത്തേക്ക് പോയി. അവൾ എണീക്കുമ്പോഴത്തേക്ക് എനിക്കിനി തുടയ്ക്കണം. പിന്നെ ഏട്ടൻ ഉച്ചയ്ക്ക് വരും, അപ്പോഴത്തേക്ക് ചോറൊക്കെ ഉണ്ടാക്കണം. ഇന്ന് ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രിയായിട്ടും പോയിട്ട് അരിയും അതേപോലെ തന്നെ ചിക്കനും ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഏട്ടൻ വരും. അപ്പോഴത്തേക്ക് ബിരിയാണിയൊക്കെ ആക്കണം, എല്ലാ പണിയും തീർക്കണം. പിന്നെ ഇതാ അകത്ത് ഇന്നലെ കടലാസ് കൊണ്ടുള്ള മുറിച്ചിടലും എന്തൊക്കെയൊക്കെയോ പരിപാടിയുണ്ട്. ഇപ്പം വെറും ഡോക്ടറാണ്. അതുകൊണ്ട് എഴുത്തും അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ അവൾ കളിക്കും. അതിന് വേണ്ടിയിട്ട് കുറേ കടലാസൊക്കെ കീറി വെച്ചിട്ട് തുടയ്ക്കുക ഒരു ബാൽക്കണീൻ്റെ ഭാഗമാണ് കേട്ടോ. അത് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതങ്ങ് അടച്ചിടും, അല്ലെങ്കിൽ തണുപ്പ് അകത്തേക്ക് കയറുമല്ലോ. ചെറിയൊരു തണുപ്പുണ്ടെങ്കിലും അവൾക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് ഈ ഇവിടെ അങ്ങനെ ഇപ്പോൾ ഞാൻ തുറന്നിടാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വേഗം തുടച്ചിട്ട് അടച്ചിടാം, പിന്നെ തണുപ്പ് അകത്തേക്കൊന്നും വരത്തില്ലല്ലോ. അങ്ങനെ ഒരു ബാൽക്കണീൻ്റെ അവിടെ തുടയ്ക്കുകയാണ് കേട്ടോ. ഡെയിലി തുടയ്ക്കുന്നതിനെ കൊണ്ട് അകത്ത് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ ഡെയിലി തുടയ്ക്കാറുണ്ട്, ഒറ്റ ദിവസം തുടയ്ക്കാണ്ട് നിൽക്കാറില്ല. എങ്ങനെയെങ്കിലും ഞാൻ ആ ഒരു തുടയ്ക്കൽ ഞാൻ എത്ര തിരക്കാണെങ്കിലും എപ്പോഴും ഇത്തിരി സമയം കിട്ടുമ്പോൾ കൊലയൊക്കെ അങ്ങ് തുടച്ചിടും കേട്ടോ. അങ്ങനെ ബാൽക്കണി ഒരു ഇച്ചിരിയുള്ള ഭാഗമല്ലേ, അത് കുറച്ചേ ഉള്ളൂ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രാവ് ഇങ്ങനെ വന്ന് നിൽക്കും രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ പോലെ 3 നേരം 2-3 പ്രാവ് അവിടെ വന്ന് നിൽക്കും. അങ്ങനെ ചിലപ്പോൾ വിറ്റകൾ എന്തെങ്കിലും തൂവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിലപ്പം അവിടെ അയലിൽ ആറിടുമ്പം കളറ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഇളകിയിട്ട് താഴെ ഉറ്റുമല്ലോ, അവിടെ ഇങ്ങനെ കളറൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെ ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ അവിടെയുള്ള തുടയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അകമൊക്കെ ഒന്ന് തുടച്ചിടണം. തുടയ്ക്കലൊക്കെ വേഗം കഴിയും കേട്ടോ, പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള പണികളൊന്നുമില്ല. ആ അഴുക്കില്ലാത്തതിനെ കൊണ്ട് ഞാനൊന്നും ഇങ്ങനെ അങ്ങ് തുടച്ചങ്ങ് പോവുക ചെയ്യുക. പിന്നെ പെനോയിൽ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ പെനോയിൽ ഇട്ടിട്ട് അങ്ങ് തുടയ്ക്കും. പിന്നെ മെയിനായിട്ട് ഉണ്ടാവുക അപ്പുറത്തെ വീട്ടിലത്തെ നായിൻ്റെ രോമമാണ് ഉണ്ടാവുക. ഇങ്ങോട്ടേക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കൊണ്ട് നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലെ നായിൻ്റെ രോമം ടെറസ് മൊത്തത്തിലുണ്ടാവും. ടെറസിൽ നിന്നൊക്കെ കാറ്റടിക്കുമ്പോൾ ഞങ്ങളെ വീട്ടിലകത്തേക്ക് ഇങ്ങനെ വരും.
ഡ്രസ്സിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഇവിടെയും കൂടെ തുടച്ച് കഴിഞ്ഞാൽ തുടയ്ക്കേണ്ട പരിപാടി കഴിയും. പിന്നെ എല്ലാ അകവും ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കലില്ല. ഈ ഒരു അപ്പുറത്തെ ഒരു അകം ഉണ്ടല്ലോ, ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. ആ ഒരു അകം ഞാൻ ഞായറാഴ്ചയൊക്കെ അങ്ങനെ തുടയ്ക്കലുള്ളൂ, അല്ലാണ്ട് എല്ലാ ദിവസവും തുടയ്ക്കലില്ല. അപ്പോൾ ഇന്ന് ആ ഒരു അകവും തുടയ്ക്കണം. അങ്ങനെ തുടങ്ങി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരുമ്പൽ കഴിഞ്ഞിട്ട് ഞാൻ ടെറസിലേക്ക് വന്നപ്പോൾ ഉണ്ട് സ്റ്റെല്ല അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അലക്കിയിട്ട തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. നല്ല രാവിലെ ആയതുകൊണ്ട് ആരും പുറത്തൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിൽ വാതിലൊന്നും തുറന്നിട്ടും ഇല്ല. അതേപോലെ തന്നെ വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അങ്ങ് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ വേറെ ആർക്കും ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി തിരുമ്പാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരെങ്കിലും ആറിയിട്ടോട്ടെ, ഞാൻ വേഗം തിരുമ്പി ഉണക്കിയെടുത്താൽ പിന്നെ വേറെ ആർക്കെങ്കിലും ആറിയിടാമല്ലോ. അങ്ങനെ ഇത് ഇന്നലെ അമ്മേൻ്റെ അടുത്ത് പൊട്ടിപ്പോയതാണ് പോലും കേട്ടോ. ഈ ഒരു കൂജ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഇന്നലെ എൻ്റെ അടുത്ത് പൊട്ടിപ്പോയതാണ്. അങ്ങനെ അവിടെ കൊണ്ടുവച്ചതാണ്. അങ്ങനെ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ചു വേഗം ഉപ്പുമാവല്ലേ, ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ ആക്കിയാൽ അവൾക്ക് തിന്നാൻ ഇഷ്ടമാണ്. അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ അവൾ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഞാൻ ബിരിയാണീൻ്റെ പരിപാടിയിലാണ് കേട്ടോ. കളിക്കാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു കുളിച്ചെല്ലാം കൂടി ഓടി വരുന്നു. അടുത്ത കുട്ടീൻ്റെ കൂടെ കുളിച്ച് ഇല്ലെങ്കിൽ ഞാൻ 2-3 ദിവസമായി കുളിപ്പിക്കാത്ത പനിയായിട്ട്. എന്നെല്ലാം കൂടെ ആടുന്ന് കുളിച്ചിട്ടൊക്കെ അങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പം രാത്രിയാകുമ്പോഴേക്കും ചുമയും എല്ലാം പുറത്തേക്ക് വരിക. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. 1.5 ഗ്ലാസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അപ്പുറത്തെ വീട്ടിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അരിയൊന്നുമല്ല കേട്ടോ, ഇവിടുത്തെ അരിയാണ്. ബസ്മതി റൈസോ അങ്ങനെ എന്തോ ആണ്, ബസ്മതി അല്ല വേറെന്തോ അരി. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു 1/4 മണിക്കൂർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വയ്ക്കും. 1/4 മണിക്കൂർ തികച്ചില്ല, എന്നാലും 1/4 മണിക്കൂറിൻ്റെ അടുത്ത് വരെ ഒന്ന് കുതിർത്ത് വയ്ക്കും. കുതിർത്ത് വെച്ചിട്ട് ഞാനിത് അരച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റും. എന്നിട്ട് ഇതൊന്ന് വറുക്കും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ അന്ന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ്. നമ്മുടെ ഈ ഒരു വയനയിലുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ ഇവിടുത്തെ സാധനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളല്ലാണ്ട് ഇവിടെ എക്സ്ട്രാ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് പട്ടയും ഗ്രാമ്പും ഒക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കാനൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, എന്നാലും ഒപ്പിച്ചിട്ട് ഉണ്ടാക്കും. നമുക്ക് 2 പേർക്കാണ്. അതുകൊണ്ട് എന്ത് തന്നെ കുഴപ്പമായാലും പേടിക്കേണ്ട, ഞങ്ങളങ്ങ് കഴിച്ചോളുമല്ലോ. പിന്നെ ഏട്ടനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയില്ല. അതുകൊണ്ട് ഞാൻ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പട്ടയും ഗ്രാമ്പും ജാതിപത്രിയും അതേപോലെ ഒരു വയനയിലയും പിന്നെ ഏലക്കയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കണം. ഞാൻ നേരത്തെ ചെറിയൊരു ഒഴിവ് കിട്ടിയപ്പം വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ചിക്കൻ, കുറച്ച് ചിക്കൻ കേട്ടോ. ഞങ്ങളൊരു 50 രൂപയ്ക്കൊക്കെ ചിക്കൻ വാങ്ങിക്കാം കേട്ടോ. ഞങ്ങൾ 2 പേരും അങ്ങനെ കഴിക്കില്ല. 1-2 കഷ്ണമൊക്കെ കഴിച്ചെങ്കിലായി. അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുക ചെയ്യുക. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എപ്പോഴെങ്കിലും ഒരു മൂഡ് പോലെയൊക്കെ. അങ്ങനെ ഉള്ളി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വട്ടയാണ് വെക്കുന്നത്. ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ ക്വാർട്ടേഴ്സിൽ മുംബൈയിലായിരുന്നപ്പം അതിൻ്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിലെ ഒരാൾ തന്നതായിരുന്നു ഈ ഒരു പാത്രം. അപ്പോൾ ഞാനത് ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി ഒരു പാത്രം. ഇതിൽ ബിരിയാണിയൊക്കെ വെച്ചാൽ നല്ലോണം അടി പിടിക്കത്തുമില്ല, ചോറ് നല്ലൊരു ചോറൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ജാതിപത്രിയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ വയനയിലയും 2-3 ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ, നമ്മുടെ നാട്ടിൽ നല്ല എല്ലാവരും വെക്കുന്ന പോലത്തെ ബിരിയാണി ഒന്നുമല്ല കേട്ടോ. ഞാൻ വെക്കുക എന്തൊക്കെയൊക്കെയോ രീതിയിൽ, എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് തോന്നുന്ന പോലെയൊക്കെ വെക്കുക. അപ്പോൾ ഇന്ന് വെച്ച പോലെ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം വെക്കുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വാടിയ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വലിയുള്ളിയും കൂടെ മുറിച്ചിട്ടിട്ട് കൊടുക്കുക. ഞാൻ ബിരിയാണി വെക്കുമ്പം ചോറിൻ്റെ അകത്ത് ഉള്ളി ഇങ്ങനെ ഇടാറുണ്ട്, നല്ല രസമായിരിക്കും. ഉള്ളി ഒന്ന് വാടി വരുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ ചെയ്യുക. അപ്പം ചോറിന് നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അങ്ങനെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ, അതും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നും കൂടെ അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ വാട്ടിയെടുക്കും. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തതിനെ കൊണ്ട് ഒരു 3 ഗ്ലാസും പിന്നെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും കേട്ടോ.
3.5 ഗ്ലാസ് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ നമ്മുടെ പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ ബിരിയാണി എസൻസൊക്കെ ഉണ്ടെങ്കിൽ അത് 2 തുള്ളി 1-2 തുള്ളി ഇട്ടിട്ട് കൊടുക്കും. എൻ്റെ അടുത്ത് എസൻസ് ഒന്നുമില്ല, ഒക്കെ തീർന്നു പോയി. അങ്ങനെ ഞാൻ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഇതിപ്പം യൂട്യൂബിലൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ കാണും ബിരിയാണി എങ്ങനെ ബിരിയാണി വെക്കുന്നൊരു തലേ ദിവസം ഞാൻ ബിരിയാണി എങ്ങനെ വെക്കുക എന്നുള്ള വീഡിയോ ഒക്കെ എടുത്ത് കാണും. പക്ഷേങ്കിൽ 2-3 ആളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞാൻ ഒരൊറ്റ ബിരിയാണി അങ്ങ് ഉണ്ടാക്കുക കേട്ടോ ചെയ്യാം. അങ്ങനെ ഞാൻ ഇന്നൊരാളെ ഫോളോ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കില്ല. ഞാൻ എനിക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ ഇടും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം അല്ല, ഒരു 3.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പം അരി വറക്കും. ഈ ഒരു വറുത്ത അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ചോറായി, അത്ര തന്നെ. അരി വറുത്തിട്ടുണ്ടെങ്കിലേ അരി തമ്മിൽ ഒട്ടിപ്പോയില്ല, നല്ലൊരു സ്റ്റിപ്പായിട്ടിരിക്കും. അല്ലെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞ പോലെ ആയിരിക്കും. അരി വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു രസമാണ്. പിന്നെ ഇതിലിടാൻ വേണ്ടിയിട്ടില്ലേ പുതിന ഇലയില്ല, മല്ലി ഇലയുണ്ട്, പുതിന ഇലയില്ല, പിന്നെ ചെറുനാരങ്ങയില്ല. ഇന്നലെ ഏട്ടൻ അടുത്ത് ചോദിച്ചിന് എന്തൊക്കെ വാങ്ങണം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഈ ഒരു ഇലയില്ലാത്തത്. ഇവിടെ ഞാനിങ്ങനെ പുതിന ഇലയും മല്ലി ഇലയും ഒരുമിച്ച് വെച്ചതാണ്. പക്ഷേങ്കിൽ അതിൽ മറ്റേ മേത്തി അതിനുള്ള മേത്തി ഞാൻ വിചാരിച്ചു മേത്തി കണ്ടപ്പം പുതിന ഇലയായിരിക്കും. കവറിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷ്മ പരീക്ഷണമൊന്നും നടത്താത്തതിനെ കൊണ്ട് ഇല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പം പുതിന ഇലയില്ല, മല്ലി ഇലയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റേ അടുപ്പിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബിരിയാണിയൊക്കെ വയ്ക്കുന്ന ദിവസം നല്ലോണം ഓയിൽ ചിലവാക്കും. ഞാൻ അധികം അതുകൊണ്ട് അപ്പഴേക്ക് എടുക്കാറില്ല. ഞാനില്ലേ ഒരു 2 ലിറ്റർ സൺഫ്ലവർ ഓയിൽ വാങ്ങിയാൽ ഒരു മാസം എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ചിലപ്പം ഇങ്ങനത്തെ ചിക്കനോ അല്ലെങ്കിൽ മീനൊക്കെ അങ്ങനെ പൊരിക്കും. പിന്നെ ബോണ്ട അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും. അന്നപ്പം വെളിച്ചെണ്ണ നല്ലോണം ചിലവാക്കും. അപ്പോൾ അതാ വാട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചീനച്ചട്ടീൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് പട്ടയും മല്ലിയും പിന്നെ പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചെറുതായി പോയല്ലോ. ഇനിയിപ്പോൾ തക്കാളിയും ചിക്കനൊക്കെ എല്ലാം കൂടെ വരുമ്പോഴേക്കും ഇതിലേക്ക് ഇളക്കാനുള്ളൊരു പാടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു കടായിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഉള്ളി വാടി വരുന്നേരം ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കും. അതൊന്ന് നന്നായിട്ട് വാടിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. പിന്നെ ഈ ഒരു ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലോണം അത് സെറ്റായിട്ട് വരും. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം എരിവും എല്ലാം പുളിയും എല്ലാം കയറും. പിന്നെ ഞാൻ ഒരു 2 സ്പൂണ് സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു രസമായിരിക്കും. പിന്നെ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണീൻ്റെ അകത്തും അതേപോലെ തന്നെ മസാലേൻ്റെ അകത്തും കൂടെ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ലൊരു രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓയിലിൻ്റെ കുറവ് മൂലം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറയാൻ പറ്റില്ല. ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ വറുത്ത് കോരി അങ്ങ് എടുക്കണ്ടേ, അത്രയും ഓയിലൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി അതിലിട്ടിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വരുന്നതിൽ അണ്ടിപ്പരിപ്പ് ഇവിടെ ഇല്ല, തീർന്നു പോയി. കിസ്മിസ് മുന്തിരി ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ കുറച്ച് നമ്മുടെ ബിരിയാണീൻ്റെ മസാലേൻ്റെ അകത്തും ഇട്ട് കൊടുക്കും. ബാക്കി ഞാൻ ചോറിൻ്റെ അകത്തും ഇടാമെന്ന് വിചാരിച്ചു. മസാല ഇതാ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്കായിട്ട് ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ഞങ്ങൾ വലിയ പീസായിട്ട് വാങ്ങില്ല, കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടാണ് വാങ്ങിക്കുക.
ചിലർ വലിയ പീസാണ്. ഇവിടെ ഉള്ളവരൊക്കെ അപ്പുറം ഉള്ളവരൊക്കെ വലിയ പീസായിട്ടാണ് വാങ്ങിക്കുക. ഇടയ്ക്ക് കറി കൊണ്ടു തരുമ്പോൾ ഇല്ലേ ചിക്കൻ്റെ വലിയ കഷ്ണങ്ങൾ അതിലുണ്ടാവുക, കറീനെക്കാട്ടും കൂടുതലായിട്ട്. അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ചോറിൻ്റെ അകത്തും കൂടെ ഇടുക. ചോറിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഞാൻ സാധാരണ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാറ്. പക്ഷേങ്കിൽ റോസ് വാട്ടറൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ആ ഒരു ക്യാരറ്റും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ ചോറ് ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രസമുണ്ട് കേട്ടോ കാണാനും, നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഈ ഒരു പാത്രത്തിൽ വെക്കുമ്പം അടിയിലൊന്നും പിടിക്കില്ല. പിന്നെ നമ്മൾ വെക്കുന്ന വെള്ളം കൃത്യമായാലും അടിയിലൊന്നും പിടിക്കാതെ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അതാ ചോറ്. ഇനി കളർ ചേർത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടോ. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുക്കുകയൊക്കെ ചെയ്താലൊക്കെ നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരതാ എടാ നച്ചു എടപ്പൂ നച്ചു നച്ചൂട്ടിയാ ഇങ്ങോട്ടേക്ക് നോക്കി. രഗീഷ് ഏട്ടനാരതാ നച്ചുക്കിനായി അമ്മ. അടിക്കറേ പതാക പറയുവോ? കർത്തരി മുഖം. പിന്നെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി. അവൾ നേരത്തെ അവിടുന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏട്ടൻ വന്ന് ചോറ് കഴിക്കണം. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ കളിക്കാൻ പോകും. ഞാൻ അപ്പുറത്തെ വീട്ടിലെത്താൻ പോയിരുന്നു കഥ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഞായറാഴ്ചയും കൂടെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. കുഞ്ഞിപ്പെണ്ണേ എന്നാ അതില് എന്നാ അതില് എടാ കോട്ടറിൽ. അയ്യോ ഇത് ഏട്ടൻ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. അതെൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി. ഇത് അപ്പുറത്തെ വീട്ടിൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചിക്കൻ പീസും ചോറും പിന്നെ ചമ്മന്തിയും ഒക്കെ കൂടെ. പിന്നെ ഞങ്ങൾ ചോറ് തിന്നാനിരുന്നു കേട്ടോ. നാളെ കാണാം. ബൈ ബൈ.